بسم الله الرحمن الرحيم. فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا فأشارت إليه قالوا كيف نكلم من كان في المهد صبيا قال إني عبد الله آتاني الكتاب وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 971 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് മറിയമിലെ 27 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا فأشارت إليه قالوا كيف نكلم من كان في المهد صبيا قال إني عبد الله آتاني الكتاب وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا. صدق الله العلي العظيم. സൂറത്ത് മറിയമിലെ 27 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മറിയം റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്ന ഭാഗത്ത് അടങ്ങിയിട്ടുള്ളത്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് മറിയം റളിയല്ലാഹു അൻഹ അല്ലാഹു പ്രത്യേകമായ ദൈവിക ആജ്ഞ നൽകിയതിന്റെ ഫലമായിട്ട് ഗർഭിണിയായ കാര്യവും അവര് ബൈത്തുൽ മുഖദ്ദസിലെ വചനമിരിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിരുന്ന മിഹ്റാബിൽ നിന്ന് അകന്നു മാറി അകലെയുള്ള ഒരിടത്തേക്ക് ബത്ലഹേമിലേക്ക് നീങ്ങിയ കാര്യവും അതിനെ തുടർന്ന് പ്രസവ വേദന വന്നപ്പോ അവരൊരു ഈത്തപ്പന വൃക്ഷത്തിന്റെ ചുവട്ടിലെത്തിയ കാര്യവുമൊക്കെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അല്ലാഹു പ്രത്യേകമായ കരുതലും കൃപാവായ്പും നൽകിക്കൊണ്ട് മറിയം റളിയല്ലാഹു അൻഹക്ക് വേണ്ട നിർദ്ദേശങ്ങളും പിന്തുണയും സഹായവും ഒക്കെ നൽകുന്ന കാര്യമാണ് തുടർന്ന് നമ്മൾ കാണുകയുണ്ടായത്. മറിയം റളിയല്ലാഹു അൻഹ മാനസികമായ വലിയ പരിഭ്രാന്തിയിൽ അകപ്പെട്ടുകൊണ്ട് ഈ സംഗതി അങ്ങ് സംഭവിക്കുന്നതിന്റെ മുമ്പായി ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ
ഞാൻ പൂർണ്ണമായിട്ടും വിസ്മരിക്കപ്പെട്ടവളായി മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. തന്റെ ഉദരത്തിലുള്ള കുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞിനെ ലോകം കാണാനിടയാകുന്നതിന് മുമ്പായി തന്നെ താനങ്ങ് മരിച്ചു പോവുകയും ആരും ശ്രദ്ധിക്കുകയോ പ്രത്യേകം ഓർക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു ഭാഗതയും ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ് അവര് നേരിട്ടുകൊണ്ടിരുന്ന ആ മാനസിക സംഘർഷാവസ്ഥയില് കേണുകൊണ്ടിരുന്നത്. അള്ളാഹു പ്രത്യേകമായ ഇടപെടല് നടത്തുകയാണ്. അവർക്ക് നൽകുന്ന നിർദ്ദേശം ഉസിയിലേക്ക് നഖ്ല, ഈത്തപ്പന മരം നിന്റെ ഭാഗത്തേക്കൊന്ന് പിടിച്ചു വലിക്കുക. അത് തുസാഖിലേക്ക് റുതബൻ ജനീയ, പാകമായ പുതിയ ഈത്തപ്പഴങ്ങള് അത് നിനക്കായിട്ട് കൊഴിച്ചിട്ട് തരും. അതുപോലെ കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തുകൊള്ളുക. നിന്റെ കണ്ണുകളെ കുളിർമയണിയിക്കുക. മനുഷ്യരുടെ കൂട്ടത്തിൽ ആരെങ്കിലും കാണാനിടയാവുകയാണെങ്കിൽ, അവര് വല്ലതും ചോദിക്കുകയൊക്കെ ആണെങ്കിൽ, കാരുണ്യവാനായ റബ്ബിന് ഞാൻ വ്രതമനുഷ്ഠിക്കുകയാണ്, അതുകൊണ്ട് ഇന്ന് ഞാൻ ആരോടും സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞേക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്ത് അടങ്ങിയിട്ടുണ്ടായിരുന്ന വിവരണം. അതിനെ തുടർന്ന് ഫഅതത് ബിഹി ഖൗമഹ, ഇന്ന് നമ്മൾ വായിച്ച ഭാഗമാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഫഅതത് ബിഹി ഖൗമഹ തഹ്മിലുഹു, അതിനെ തുടർന്ന് അവര് മറിയം റളിയല്ലാഹു അൻഹ ആ കുഞ്ഞിനെയും കൊണ്ട് തന്റെ ജനതയുടെ അടുക്കലേക്ക് ചെന്നു. ഫഅതത് ബിഹി ഖൗമഹ, മറിയം റളിയല്ലാഹു അൻഹ ആ കുഞ്ഞിനെ, പൈതലിനെ, ഇപ്പോ പ്രസവിച്ച ആ ചെറിയ കുഞ്ഞു പൈതലിനെ കൊണ്ട്, അതിനെ എടുത്തുകൊണ്ട് തന്റെ നാട്ടുകാരും കുടുംബവും ഒക്കെ ആയ ആളുകളുടെ ഇടയിലേക്ക് ആ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിച്ചെന്നു. ഖാലു, അവര് സ്വാഭാവികമായിട്ടും മറിയം റളിയല്ലാഹു അൻഹയെ ഒരു കുഞ്ഞിനെയും കൊണ്ട് കടന്നു വരുന്ന ഇപ്പൊ പ്രസവിച്ച ഒരു ശിശുവിനെയും കൊണ്ട് കടന്നു വരുന്ന മറിയം റളിയല്ലാഹു അൻഹയെ കണ്ട് അവര് സ്വാഭാവികമായ നിലക്ക് തന്നെ അവരെ ചോദ്യങ്ങൾ കൊണ്ട് പൊതിയുകയാണ്. അവര് പറഞ്ഞത് ഇങ്ങനെയാണ്: യാ മറിയം ലഖദ് ജിഇതി ശൈഅൻ ഫരിയ്യ, തീർത്തും അവിശ്വസനീയമായ ഒരു കാര്യവുമായിട്ടാണല്ലോ നീ വന്നിരിക്കുന്നത്. നീ ഒരു വലിയ പാപം തന്നെ ചെയ്തവളായിട്ടാണല്ലോ വന്നിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ലഖദ് ജിഇതി ശൈഅൻ ഫരിയ്യ, നീ ഒരു ഫരിയായ കാര്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫരിയ് എന്നത് അവിശ്വസനീയതയുള്ള അസ്വാഭാവികമായ ഒരു കാര്യം, തീർത്തും അത്ഭുതം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യവുമായിട്ടാണ് നീ വന്നിരിക്കുന്നത്. നിന്റെ കുടുംബവും വ്യക്തിത്വവും പശ്ചാത്തലം പാരമ്പര്യം ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഇങ്ങനെ ഒരു ദുഷ്പേരുമായിട്ട് നീ ഇവിടെയെങ്ങും പ്രത്യക്ഷപ്പെടേണ്ടവളായിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്കൊക്കെ വളരെ വലിയ അവിശ്വാസം ഉണ്ടാക്കുന്ന വിധത്തില് അങ്ങനെയുള്ള ഒരു മഹാപാപം ചെയ്തുകൊണ്ടാണല്ലോ നീ വന്നിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞതിന്റെ ചുരുക്കം. യാ മറിയമു ലഖദ് ജിഇതി ശൈഅൻ ഫരിയ്യ, നീ ഒരു ഫരിയായ സംഗതിയുമായിട്ടാണ് ഞങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്. യാ ഉഖ്ത ഹാറൂൻ, പിന്നീട് അവര് ഹാറൂന്റെ സഹോദരി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാമർശം നടത്തിക്കൊണ്ടാണ് മറിയമ്മിനോട് സംസാരിക്കുന്നത്. യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗ, ഹാറൂന്റെ സഹോദരി, നിന്റെ വാപ്പ ഒരു ചീത്ത ആളായിരുന്നില്ലല്ലോ, ഒരു ദുർനടപ്പുകാരനായ ഒരു
ദുഷിച്ച മനുഷ്യനായിരുന്നില്ലല്ലോ. ഒമാക്കാനത്ത് ഉമ്മുക്കി ബഗയ്യ, വേലിചാട്ടം നടത്തിയ ഒരുത്തിയായിരുന്നുമില്ല നിന്റെ ഉമ്മ. നിന്റെ ഉമ്മ ബഗയ്യായ ഒരു സ്ത്രീ ആയിരുന്നില്ല. നിയമലംഘനം നടത്തി അള്ളാഹുവിന്റെ ധാർമ്മിക സദാചാര നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ജീവിച്ച ഒരു ആളായിരുന്നില്ല നിന്റെ ഉമ്മ. നീ എന്തേ ഇങ്ങനെ ആയിപ്പോയി എന്നതാണ് അവരുടെ അവിശ്വാസം കലർന്നുകൊണ്ടുള്ള ആ ആശ്ചര്യപ്രകടനം. അവര് ഹാറൂനെ പരാമർശിച്ചുകൊണ്ടാണ്, ഹാറൂന്റെ സഹോദരി എന്നാണ് പറയുന്നത്. രണ്ടു നിലയ്ക്ക് ഇത് വായിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് ഹാറൂൻ എന്ന ഒരു സഹോദരനുണ്ടായിരുന്നു എന്നൊരു വായന. അത് വളരെ ബാലിശമായൊരു വായനയാണ്. അതിനൊരു ന്യായം പറയാനുള്ളത്, ഇസ്രായേൽ സമൂഹത്തില് അവരുടെ പൂർവിക കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുണ്ടായിരുന്ന ആളുകളിൽ പ്രമുഖനായ ഒരാളായിരുന്നു ഹാറൂൻ അലൈഹിസ്സലാം എന്ന പ്രവാചകൻ, മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരൻ. ആ പേര് ബനൂ ഇസ്രായേൽ സമൂഹത്തില് പിറക്കുന്ന പല കുട്ടികൾക്കും അവരിടാറുണ്ടായിരുന്നു. സ്വാഭാവികമായും മറിയമിന്റെ ഒരു സഹോദരന് അങ്ങനെ ഒരു പേര് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നിരിക്കണം എന്നൊക്കെയുള്ള ഊഹങ്ങളാണ്. മറ്റൊരു വലിയ സാധ്യതയുള്ളത്, ഹാറൂൻ അലൈഹിസ്സലാമിന്റെ അവരുടെ ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ തന്നെ ഏറ്റവും പേര് കേട്ട പ്രഗത്ഭനും പ്രശസ്തനും സർവാംഗീകൃതനുമൊക്കെയായ അവരുടെ ഇടയിലെ പ്രമുഖനായ ഒരാള് അവരിലേക്ക് വന്ന പ്രവാചകനായിരുന്ന വ്യക്തി ഹാറൂൻ അലൈഹിസ്സലാം. ആ ഹാറൂന്റെ കുടുംബത്തിലെ പെൺകൊടി എന്ന അർത്ഥത്തിലാണ് ഈ വിളി വരുന്നത് എന്നൊരു വായനയും കാണാം. അപ്പോ വിളിക്കുന്നത് ഇങ്ങനെയാണ്, യാ ഉഖ്ത ഹാറൂൻ, ഹാറൂന്റെ സഹോദരി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹാറൂൻ കുടുംബത്തിലെ ഒരു പെൺകൊടി എന്ന അർത്ഥത്തിലാണ് അത് അഭിസംബോധന ചെയ്യപ്പെടുന്നത്. അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംഗതിയാണ്. മറിയം റളിയല്ലാഹു അൻഹ ജനിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഹാറൂൻ അലൈഹിസ്സലാം ബനൂ ഇസ്രായേൽ സമൂഹത്തില് സഹോദരൻ മൂസ അലൈഹി ഇസ്ലാമിനോടൊപ്പം ചേർന്നുകൊണ്ട് വളരെ വലിയ ദൗത്യങ്ങളൊക്കെ നിർവഹിക്കുകയുണ്ടായത്. ആ പൈതൃകവും പാരമ്പര്യവും ഒക്കെ ബനൂ ഇസ്രായേൽക്കാരുടെ സ്മൃതി പദത്തില് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പൈതൃകത്തെ പരാമർശിച്ചുകൊണ്ട് ഹാറൂന്റെ സഹോദരി ഇങ്ങനെ ഒരുത്തിയാവാൻ പാടില്ലായിരുന്നു എന്ന ഒരു സൂചന നടത്തിക്കൊണ്ടാണ് അവര് സംസാരിക്കുന്നത്. ഹാറൂന്റെ സഹോദരി, നിന്റെ വാപ്പ ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല, നിന്റെ ഉമ്മ വഴിവിട്ട് സഞ്ചരിക്കുന്നവളായിരുന്നില്ല എന്നാണ് അവര് ആക്ഷേപസ്വരത്തില് മറിയം റളിയല്ലാഹു അൻഹയോട് പറയാൻ തുടങ്ങിയത്. മറിയം റളിയല്ലാഹു അൻഹ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു എന്നതിന്റെ സ്വാഭാവികമായ വായന നടത്തിക്കൊണ്ട് അവര് മറിയം റളിയല്ലാഹു അൻഹ ഒരു അവിഹിത ഗർഭം ധരിച്ചവളായി, എന്നിട്ട് ഒരു പിഴച്ച കുഞ്ഞ് ഒരു പിഴച്ചു പെറ്റ പെണ്ണായി മാറി എന്നൊക്കെയുള്ള അവരുടെ മനസ്സിൽ രൂപപ്പെട്ട ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് അവരിത്തരം ആക്ഷേപങ്ങള് ഇവിടെ ഉന്നയിക്കുന്നത്. ഈ വാചകങ്ങളൊക്കെ നൽകുന്ന മറ്റൊരു സൂചനയുണ്ട്. മറിയം റളിയല്ലാഹു അൻഹ ആ ഘട്ടത്തില് വിവാഹിതയായിരുന്നില്ല. വിവാഹ ബന്ധത്തിലൂടെ ഉണ്ടായ ഒരു കുഞ്ഞിനായിരുന്നില്ല മറിയം റളിയല്ലാഹു അൻഹ ജന്മം നൽകിയിട്ടുണ്ടായിരുന്നത് എന്ന ഒരു കാര്യം പിൽക്കാലത്ത് അത് ക്രൈസ്തവ ലോകം അംഗീകരിക്കുന്നില്ല യഥാർത്ഥത്തിൽ. എന്നാൽ ഈ സംസാരം വെളിപ്പെടുത്തുന്നത് മറിയം റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സത്യമാണ്, ഒരു പച്ച പരമാർത്ഥമാണ്. മറിയം റളിയല്ലാഹു അൻഹ കന്യകയായിരുന്നു, വിവാഹിതയായിരുന്നില്ല. കന്യകയായ അവസ്ഥയിലാണ് അവര് ദൈവികമായ ആജ്ഞപ്രകാരം ഗർഭിണിയാവുന്നതും കുഞ്ഞിന് ജന്മം നൽകുന്നതും ഒക്കെ. അതുകൊണ്ടാണ് സ്വാഭാവികമായ സാധാരണ രീതിയിൽ ജനങ്ങള് അവരെ ഈ വിധത്തില് ആക്ഷേപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാലും അവരുടെ ആക്ഷേപത്തിന്റെ സ്വരം ഇങ്ങനെയൊക്കെയാണ്. ഹാറൂന്റെ കുടുംബത്തിൽ പിറന്ന ഒരു സ്ത്രീ എന്നുള്ള നിലക്ക്
മറിയമേ, നീ ഒരിക്കലും ഇങ്ങനെ ഒരുത്തിയാവാൻ പാടുണ്ടായിരുന്നില്ല. നിന്റെ വാപ്പ ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല, നിന്റെ ഉമ്മ വഴിവിട്ട് സഞ്ചരിക്കുന്നവളുമായിരുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് അവർ പറയാൻ തുടങ്ങിയത്. അപ്പൊ ഫാഷാറത്തിയിലേക്ക് മറിയം റളിയല്ലാഹു അൻഹയുടെ പ്രതികരണം ഇങ്ങനെയാണ്. അവര് കുഞ്ഞിനെ ചൂണ്ടിക്കൊണ്ട് കുഞ്ഞിന്റെ നേരെ വിരൽ ചൂണ്ടി. ഖാലു, കുഞ്ഞിനോട് ചോദിക്കൂ, കുഞ്ഞു പറയൂ ഇതിനുള്ള മറുപടി എന്നൊക്കെയുള്ള നിലക്കാണ് മറിയം റളിയല്ലാഹു അൻഹ തൊട്ടിലിലുണ്ടായിരുന്ന ആ ശിശുവിന്റെ നേരെ വിരൽ ചൂണ്ടുന്നത്. അശാറത്തിയിലേക്ക് അവര് ആ കുഞ്ഞിന് നേരെ വിരൽ ചൂണ്ടി. അപ്പോ ആളുകൾ അത് കണ്ട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഖാലു, അവര് പറഞ്ഞു, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യ. ഒരു തൊട്ടിലിൽ കിടക്കുന്ന പിഞ്ചു പൈതലിനോട് നമുക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ സാധിക്കുക? മറിയമേ, ഇക്കാര്യങ്ങളൊക്കെ നിന്നോട് പറയുക എന്നല്ലാതെ തൊട്ടിലിൽ കിടക്കുന്ന പിഞ്ചു പൈതലിനോട് ഞങ്ങൾ എങ്ങനെ പറയും? ഇതാണ് അവര് ചോദിച്ച ചോദ്യം. മറിയമിനെ ആക്ഷേപിച്ചുകൊണ്ട്, മറിയമിന്റെ ഗർഭം അവിഹിതമായിരുന്നു എന്ന് അനുമാനിച്ചുകൊണ്ട്, മറിയം ജന്മം കൊടുത്തിരിക്കുന്നത് പിഴച്ചു പെറ്റ ഒരു കുഞ്ഞിനാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. മറിയം റളിയല്ലാഹു അൻഹ നേരത്തെ പറഞ്ഞ വിധത്തില്, അള്ളാഹു നിർദ്ദേശിച്ച വിധത്തില് അവരുടെ മൗനവ്രതം പാലിച്ചുകൊണ്ടാണ് പ്രതികരിക്കുന്നത്. അവര് ഇത്തരം ആക്ഷേപങ്ങളുടെ കൂരമ്പുകള് അവർക്ക് നേരെ തിരിച്ചുവിട്ടപ്പോ കുഞ്ഞിന് നേരെ, കുഞ്ഞ് കിടന്നിരുന്ന തൊട്ടിലിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആളുകൾ നൽകുന്ന മറുപടി ഇങ്ങനെയാണ്. കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സ്വബിയ്യ. ഒരു സ്വബിയായിട്ട് മഹദില് കിടക്കുന്ന ഒരു പിഞ്ചു പൈതൽ എന്നുള്ള നിലക്ക് തൊട്ടിലിൽ കിടക്കുന്ന ഒരുവനോട് ഞങ്ങൾ എങ്ങനെ കലാം ചെയ്യും, സംസാരിക്കും? കൈഫ നുകല്ലിമു, ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക? അതൊരു പിഞ്ചു പൈതലല്ലേ, തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞല്ലേ. ആ കുഞ്ഞിനോട് ഞങ്ങൾ എങ്ങനെ ഇതൊക്കെ ചോദിക്കും? ഇതാണ്, ഞങ്ങൾ എങ്ങനെ ഇതൊക്കെ ചോദിച്ച് സംസാരിച്ച് കാര്യങ്ങൾ അറിയും? ഇതാണ് അവര് നടത്തിയ പ്രതികരണം. അപ്പൊ ഖാല, അപ്പോഴാണ് തൊട്ടിലിൽ നിന്ന് ആ പിഞ്ചു പൈതല്, മറിയം റളിയല്ലാഹു അൻഹ പ്രസവിച്ച ആ കുഞ്ഞ് ഈസ അലൈഹിസ്സലാം സംസാരിക്കുന്നത്. ഖാല, അദ്ദേഹം ഇങ്ങനെ തൊട്ടിലിൽ നിന്നായി വിളിച്ചു പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്. അതാനിയൽ കിതാബ വജഅലനി നബിയ്യ, അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു, അവൻ എന്നെ പ്രവാചകന്മാരിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് തൊട്ടിലിൽ നിന്ന് ആ കുഞ്ഞ് വിളിച്ചു പറയുന്നത്. ശൈശവത്തില് തൊട്ടിലിൽ കിടക്കുന്ന ആ പ്രായത്തില് ആ കൊച്ചു പൈതല് മറിയം റളിയല്ലാഹു അൻഹ അതിന്റെ നേരെ വിരൽ ചൂണ്ടി ബനൂ ഇസ്രായേൽ സമൂഹത്തോട് അതിനോട് ചോദിച്ചു മനസ്സിലാക്കുക എന്ന അർത്ഥത്തില് ആംഗ്യം കാണിച്ചപ്പോ തൊട്ടിലിൽ കിടക്കുന്ന പൈതല് സംസാരിച്ച കാര്യമാണ് ഇവിടെ പറയുന്നത്. തെറ്റായ ചില വ്യാഖ്യാനങ്ങൾ ചിലരൊക്കെ ഇതിന് നൽകുന്നുണ്ട്. മുതിർന്ന ആളായതിനു ശേഷം പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത് എന്നൊക്കെ. ഈ വിവരണത്തിന്റെ ശൈലിയിൽ നിന്നും ആ പശ്ചാത്തല സാധ്യതകളിൽ നിന്നൊക്കെ തന്നെ അത് വളരെ വ്യക്തമാണ്. ഈ കുഞ്ഞ് പൈതല് തൊട്ടിലിൽ കിടക്കുമ്പോഴാണ് ആളുകൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതും മറിയം റളിയല്ലാഹു അൻഹ ആ കുഞ്ഞിന്റെ നേരെ വിരൽ ചൂണ്ടിയതും ആ കുഞ്ഞ് പ്രതികരിച്ചതും ഒക്കെ. ഇത് ഒരു വെളിപ്പെടുത്തലായിട്ടുള്ള പ്രതികരണമാണ്, സ്വാഭാവികമായ ഒരു സംസാരമല്ല. ദൈവികമായ വളരെ അത്ഭുതകരമായ രീതിയിൽ ഒരു പിഞ്ചു പൈതല് സംസാരം പഠിക്കുന്നതിന് മുമ്പ്, ഭാഷ സ്വായത്തമാക്കുന്നതിന് മുമ്പ്, ഒരു അനിവാര്യമായ ഘട്ടത്തില് ഒരൊറ്റ സന്ദർഭത്തില് ബനൂ ഇസ്രായേൽ സമൂഹത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് അതൊരു ദൈവിക നടപടിയുടെ പുലരലാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംസാരം മാത്രമാണിത്. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്. ആതാനിയൽ കിതാബ
എനിക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്നു. വജഅലനി നബിയ്യ, അവൻ എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. വജഅലനി മുബാറക്കൻ ഐനമാ കുൻതു, ഞാൻ എവിടെയായിരുന്നാലും അവൻ എന്നെ അനുഗ്രഹപൂരിതനാക്കിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്റെ സാന്നിധ്യം എവിടെയായിരുന്നാലും അള്ളാഹു എന്നെ അനുഗ്രഹങ്ങളെ കൊണ്ട് പൊതിയും. അത് അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനമാണ്. അവൻ എന്നെ ജഅലനി മുബാറക്കൻ ഐനമാ കുൻതു, അപ്പൊ ഇതാണ് പറയുന്ന കാര്യം. എന്നെ മുബാറക്കാക്കിയിരിക്കുന്നു, ബർക്കത്ത് ഉള്ളവനാക്കിയിരിക്കുന്നു. ഞാൻ ഏത് സന്ദർഭത്തിൽ എവിടെയായിരുന്നാലും ഐനമാ കുൻതു, ഞാൻ എവിടെയായിരുന്നാലും അവൻ എന്നെ അനുഗ്രഹപൂരിതനാക്കിയിരിക്കുന്നു. അവന്റെ അനുഗ്രഹങ്ങൾ എന്റെ മേൽ വർഷിച്ചു കൊണ്ടിരിക്കുന്ന വിധത്തിലാണ് അവൻ എന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല വൗസാനി ബിസ്സലാത്തി വസ്സകാത്തി മാദുംതു ഹയ്യ, ജീവിച്ചിരിക്കുവോളം, എത്ര കാലമാണോ ഞാൻ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നമസ്കാരവും സ്വലാത്തും സകാത്തും നിർവഹിക്കാൻ അവൻ എന്നെ ഉപദേശിച്ചിരിക്കുന്നു, അവൻ എന്നോട് നിർദ്ദേശിച്ചിരിക്കുന്നു. ഔസാനി, അവൻ എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു, എന്റെ റബ്ബ് എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു ബിസ്സലാത്തി, അള്ളാഹുവിനുള്ള സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന നിർവഹിക്കാൻ. വസ്സകാത്തി, അതുപോലെ മാലിന്യങ്ങളിൽ നിന്ന് സ്വയം മുക്തനാക്കാനുള്ള സാമ്പത്തികമായ നടപടിക്രമങ്ങൾ, സക്കാത്ത് നിർവഹിക്കാനും. അപ്പോ ബനൂ ഇസ്രായേൽ സമൂഹത്തില് തന്നെ ഈസ അലൈഹി ഇസ്ലാമിന്റെ ആ ഘട്ടത്തിൽ തന്നെ സക്കാത്ത് നടപ്പിലാക്കപ്പെട്ടിരുന്നു എന്നതിന്റെ കൃത്യമായ ഒരു സൂചനയാണ്. നമസ്കാരം ആ ഘട്ടത്തില് അള്ളാഹു ഈസ അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന് നടപ്പിലാക്കിയിരുന്ന പോലെ തന്നെ സക്കാത്തും അവർക്കിടയിലുള്ള ഒരു നിർബന്ധമായി പാലിക്കേണ്ട കാര്യമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാദുംതു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇത് സ്വലാത്തും സക്കാത്തും നിർവഹിക്കുവാൻ അവൻ എന്നോട് നിർദ്ദേശിച്ചിരിക്കുന്നു. വബർറൻ ബി വാലിദതി, അതുപോലെ നേരത്തെ മുബാറക്കൻ എന്ന് പറഞ്ഞ പോലെ ഉള്ള ഒരു പ്രയോഗം, എന്റെ മാതാവിനോട് എന്നും പുണ്യം ആയിരിക്കാനും പുണ്യം ചെയ്യുന്നവനായിട്ടുമാണ് അവൻ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്റെ മാതാവിനോട് എന്നാണ് ഇവിടെ പറയുന്നത്, മാതാപിതാക്കളോട് എന്നല്ല. മറിയം റളിയല്ലാഹു അൻഹ പിതാവില്ലാതെ ഈസ അലൈഹിസ്സലാം പിതാവില്ലാതെ തന്നെ ജനിച്ച കുഞ്ഞാണ് എന്നതിലേക്കുള്ള ഒരു സൂചനയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. മാതാവിനോട് പുണ്യം ചെയ്യുന്നവനാക്കി, മാതാവിന് വേണ്ട പരിഗണനയും പരിചരണവും ഒക്കെ നൽകുന്നവനാക്കിയിട്ടാണ്, ആ വിധത്തിലാണ് അവൻ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാണ് ഈസ അലൈഹി ഇസ്ലാം ഇവിടെ പറയുന്നത്. വാലിദത്തി, എന്റെ വാലിദത്തിനോട്, എന്റെ ഉമ്മായോട് ഏറ്റവും നല്ല വിധത്തിൽ വർത്തിക്കുകയും അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകുകയും അവർക്ക് പുണ്യം ചെയ്യുകയൊക്കെ ചെയ്യുക എന്ന വിധത്തില്, അങ്ങനെ ചെയ്യുന്നവൻ എന്ന നിലക്കാണ് അവൻ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. വലം യജ്അൽനി ജബ്ബാറൻ ഷഖിയ്യ, ഭാഗ്യം കെട്ട ഒരു അനുസരണക്കേട് കാണിക്കുന്ന ധിക്കാരിയായിട്ട് അവൻ എന്നെ സൃഷ്ടിച്ചിട്ടില്ല. വലം യജ്അൽനി, അവൻ എന്നെ ആക്കിയിട്ടില്ല ജബ്ബാറൻ ഷഖിയ്യ, ഒരു ഭാഗ്യദോഷിയായ, ഏത് മനുഷ്യരുടെ കൂട്ടത്തിൽ ആര് ജബ്ബാറായിക്കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിലും അത് അവന്റെ ഭാഗ്യദോഷാണ്. സ്വേച്ഛാധിപതിയും അനുസരണക്കേട് കാണിക്കുന്നവനും ധിക്കാരിയും തന്തോന്നിയും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളെയാണ് ജബ്ബാർ എന്ന് പറയുക. ആ പേര് ആർക്കെങ്കിലും ചേരുമെങ്കിൽ അത് അള്ളാഹുവിന് മാത്രം ചേർന്നതാണ്. സ്വേച്ഛാധിപതിയായിട്ട് കഴിയാൻ, നിലകൊള്ളാൻ അധികാരവും കഴിവും അർഹതയും ഉള്ളവൻ അള്ളാഹു മാത്രമാണ്. വേറെ ആരുടെ കാര്യത്തിലും അത് വളരെയേറെ ദുഷിച്ച ഒരു സ്വഭാവ ഗുണമാണ് എന്നതാണ് വസ്തുത. ഇവിടെ ഈസ അലൈഹി ഇസ്ലാം പറയുന്നത് വലം യജ്അൽനി ജബ്ബാറൻ ഷഖിയ്യ, ഭാഗ്യം കെട്ട ഒരു
പൊരുത്തം കെട്ട അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുന്ന ഒരുത്തനായിട്ട് അവൻ എന്നെ രൂപകൽപ്പന ചെയ്തിട്ടില്ല. എന്നിട്ട് തുറന്നു പറയുന്നത് വസ്സലാമു അലയ്യ യൗമ വുലിത്തു വയൗമ അമൂത്തു വയൗമ ഉബഅസു ഹയ്യ. ഞാൻ ജനിച്ച നാളിൽ, അതുപോലെ ഞാൻ മൃതി അടയുന്ന നാളിൽ, അതുപോലെ ഞാൻ വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന നാളിൽ ഒക്കെയും എന്റെ മേൽ ശാന്തി സമാധാനങ്ങൾ. ഇങ്ങനെയാണ് ഈസ അലൈഹി ഇസ്ലാം ആ സന്ദർഭത്തിൽ സംസാരിക്കുന്നത്. വസ്സലാമു അലയ്യ, എന്റെ മേൽ ശാന്തി സമാധാനം. സലാം. യൗമ വുലിത്തു, ഞാൻ പിറവിയെടുത്ത നാളിൽ എന്റെ മേൽ സമാധാനമാണുള്ളത്. യൗമ അമൂത്തു, ഞാൻ മൃതി അടയുന്ന നാളിലും ദൈവികമായ ശാന്തി സമാധാനങ്ങൾ എന്റെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കും. യൗമ ഉബഅസു ഹയ്യ, അന്ത്യനാളിൽ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച ഘട്ടത്തില് ഈസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പുനരുജ്ജീവിപ്പിക്കുന്ന സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിലും എന്റെ മേൽ ദൈവികമായ ശാന്തി സമാധാനങ്ങളാണ് വർഷിക്കപ്പെടുന്നത്. ഇതെല്ലാവരും അങ്ങനെയല്ലേ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുന്നുണ്ടാകും. എല്ലാവരും അങ്ങനെയല്ല. വെപ്രാളപ്പെട്ടുകൊണ്ട് ആകെ ഭയവിഹ്വലനായിട്ടൊക്കെ കുഴിമാടങ്ങളിൽ നിന്ന് എണീറ്റ് വരുന്നവരായിരിക്കും ഏറെ കൂടുതലും ഉണ്ടാവുക. മരണ ദിവസം ഏറ്റവും ഏറെ സങ്കീർണമായ മനസ്സംഘർഷം അനുഭവിച്ചുകൊണ്ട് മരിക്കേണ്ടി വരുന്നവര് ധാരാളം ഉണ്ടാകും. ജനന ദിവസം തന്നെ ഒരു ഭാഗ്യം കെട്ട ജനനമായിട്ട് തുടങ്ങുന്ന ആളുകളും കാണും. പക്ഷെ ഇവിടെ ഈസ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തില് ഈ 3 ശ്രദ്ധേയമായ നാളുകളും അവരെ സംബന്ധിച്ചിടത്തോളം ദൈവിക ശാന്തിയും സമാധാനവും ഒക്കെ അവരുടെ മേൽ വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇതൊക്കെയും തന്നെ എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഈസ അലൈഹി ഇസ്ലാമുമായി അദ്ദേഹത്തിന്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറിയം റളിയല്ലാഹു അൻഹ അവർക്ക് ഈസ അലൈഹി ഇസ്ലാമിന് ജന്മം നൽകി അതിനെ തുടർന്നുള്ള ആ ആദ്യ നാളുകളിലെ ചില സംഭവങ്ങളാണ് ഈ സൂറത്ത് മറിയമിന്റെ നമ്മൾ ഇന്ന് പഠന വിധേയമാക്കി ഈ ഭാഗത്ത് വിവരിക്കപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഈ സൂറത്തിൽ തുടർന്നുള്ള ആയത്തുകളിൽ കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ ആ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമളാന്റെ വിശിഷ്ടമായ നാളുകളെ ഏറ്റവും ഫലദായകമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ അള്ളാഹുവിനോട് ഏറ്റവും ഏറെ അടുക്കുവാനും നമ്മളിലൊക്കെ അടിഞ്ഞുകൂടിയിട്ടുള്ള എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് അള്ളാഹുവിനോട് ഏറ്റവും വലിയ സാമീപ്യം സാധിച്ചെടുക്കാനുള്ള ഒരവസരമായി പ്രയോജനപ്പെടുത്താൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ലോകമെമ്പാടുമായി വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, അക്ഷരാർത്ഥത്തിൽ തന്നെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ അള്ളാഹുവിന്റെ മാർഗം സ്വീകരിച്ചതിന്റെ പേരിൽ ലോകത്ത് പലവിധ പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് നിരന്തരം കാണാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും ആശ്വാസം പകരുമാറാവട്ടെ. അവരുടെ പ്രയത്നങ്ങളെ വിജയത്തിലെത്തിക്കുകയും ചെയ്യുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.